ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ഈസി ഒരു ചിക്കൻ കറി റെസിപ്പി ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും അത് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഫ്രൈ പരുവത്തിലാക്കി എടുക്കുക, പച്ചമണം മാറ്റിയെടുക്കുക. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇടാൻ മറന്നതുകൊണ്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇവിടെ മിക്സി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണരും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. അതിൻ്റെ അകത്തേക്ക് പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവാൻ വെക്കുക. ചിക്കനൊക്കെ ആയതുകൊണ്ട് 2-3 വിസിലൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോഴത്തേക്കും കുക്കറിൻ്റെ വിസിൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ എണീറ്റു. അതിലങ്ങോട്ട് ഒന്നുകൂടെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അടുക്കള ചെന്നപ്പോഴത്തേക്കും പുളിശ്ശേരിയും കൂടെ വെക്കാനുണ്ട്. മോരുകറി എന്നും പറയാറുണ്ട്. എന്നാലും ഇത് വളരെ പെട്ടെന്ന് വെക്കാം. തേങ്ങയൊന്നും അരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിടുന്നതേ ഉള്ളൂ. കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് ഇത് ചിക്കൻ മസാലയാണ്. ആ മസാല നമ്മൾ ചിക്കൻ കറി തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും, അതായത് കുക്കർ വിസിലൊക്കെ അടിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്കും തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.